ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നമുക്കിനി ദഫ്റാനിൽ നിന്നും ബദർവാദിയുടെ തൊട്ട് കിടക്കുന്ന ദുബൈയിലേക്ക് നീങ്ങാം. ദുബൈയിലേക്ക് നീങ്ങി നബിയും സഹാബത്തും ദുബൈയിലെത്തിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും സിദ്ദീഖ് തങ്ങളും പരിസരം വീക്ഷിക്കട്ടെ എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ഒട്ടകപ്പുറത്ത് നബിയും സിദ്ദീഖ് റളിയല്ലാഹു തആല പരിസരം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നതാ ഒരറബിയെ വഴിയിൽ നിന്നും കണ്ടുമുട്ടുകയാണ്. നബിയും സിദ്ദീഖിനെയും കണ്ടവൻ ചോദിച്ചു, നിങ്ങൾ എവിടുത്തുകാരാണ്? ഉടനെ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ അടുക്കൽ പുതിയ വല്ല വർത്തമാനങ്ങളും പറയാനുണ്ടെങ്കിൽ പറയുക, അപ്പോൾ ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരാമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്. ഈ സമയം അവൻ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ തേടി എൽ എന്ന പ്രദേശത്ത് ഖുറൈശികൾ എത്തിയ വിവരമല്ലാതെ എൻ്റെ പക്കൽ മറ്റുള്ള വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മായിൽ നിന്ന് വന്നവരാണ്. ഇത് കേട്ടപ്പോൾ അവൻ മനസ്സിലാക്കി, ഇറാഖിലെ മായി എന്നൊരു സ്ഥലമുണ്ട്, അവിടുത്തുകാരായിരിക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖും അതാ വീക്ഷണമെല്ലാം കഴിഞ്ഞുകൊണ്ട് ദുബൈയിൽ തിരിച്ചെത്തിയ ശേഷം തൻ്റെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് 3 പേരെ വിളിച്ചൊരു കാര്യം ഉണർത്തുകയാണ്. എന്തായിരുന്നു കാര്യമെന്ന് കവി അടുത്ത എപ്പിസോഡിലേ പറയൂ.